ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2025 പുറത്തിറങ്ങിയ മുതൽ പക്കം എന്ന തമിഴ് സിനിമയാണ് കാണാൻ പോകുന്നത്. സിനിമയിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. അങ്ങനെ ചെയ്യുന്നതിലൂടെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ സമയം കളയാതെ നേരിട്ട് സിനിമയിലോട്ട് കടക്കാം. ചിത്രത്തിന്റെ ആദ്യ സീനിൽ സിറ്റിയുടെ ഔട്ട്സ്കേർട്സിലുള്ള ഒരു ക്വാറിയുടെ അടുത്ത് മൃതദേഹം കിടക്കുന്നുണ്ടെന്ന് പോലീസിന് വിവരം ലഭിക്കുന്നു. ഉടനെ സബ് ഇൻസ്പെക്ടർ വേദ തന്റെ ടീമിനെയും കൂട്ടി സ്പോട്ടിലേക്ക് പോകുന്നു. നോക്കുമ്പോൾ കില്ലർ ഒരു ആൺകുട്ടിയെ കൊന്ന് ഒരു ചാക്കിൽ കെട്ടി ഉപേക്ഷിച്ചിരിക്കുകയാണ്. ആ ചാക്കഴിച്ചു നോക്കുമ്പോൾ കില്ലർ ആ കുട്ടിയെ കൊലപ്പെടുത്തി അവന്റെ മുഖത്ത് ഒരു മാസ്ക് ഇട്ടിരിക്കുന്നത് കാണാം. ചുറ്റും എന്തെങ്കിലും തെളിവുകൾ കിട്ടുമോ എന്ന് നോക്കുമ്പോൾ രക്തം പുരണ്ട ഒരു വലിയ കല്ല് കിടക്കുന്നത് കാണുന്നു. കില്ലർ ആ കല്ല് ഉപയോഗിച്ചാണ് കുട്ടിയെ കൊന്നതെന്ന് വേദയ്ക്ക് മനസ്സിലാകുന്നു. വേറെന്തെങ്കിലും കിട്ടുമോ എന്ന് പരിശോധിക്കുമ്പോൾ ഡോക്ടർമാർക്ക് ഒരു സ്വർണ്ണ മോതിരം ലഭിക്കുന്നു. ഇവിടെ ഈ സീൻ കട്ടാകുന്നു. അടുത്ത സീനിൽ ഗ്രാമത്തിൽ താമസിക്കുന്ന ചിത്രത്തിലെ നായകൻ പ്രഭാകരനെയും അവന്റെ അമ്മയെയും കാണിക്കുന്നു. പ്രഭാകരനെ കണ്ട് സംസാരിക്കാനായി സിറ്റിയിൽ നിന്നും ഒരു പ്രസിന്റെ ആളുകൾ വന്നിട്ടുണ്ട്. കാര്യം എന്തെന്നാൽ പ്രഭാകരന്റെ അച്ഛൻ ജീവൻ കുമാർ ഒരു പ്രശസ്ത കഥാകൃത്തായിരുന്നു. അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ ആയിരക്കണക്കിന് ക്രൈം സ്റ്റോറികൾ എഴുതിയിരുന്നു. അതെല്ലാം വളരെ ഫേമസ് ആണ്. ഇപ്പോൾ പ്രസന്റിൽ ഈ പ്രസ്സുകാർ അവരുടെ പേപ്പറിൽ ജീവൻ കുമാറിനെ കുറിച്ച് ആർട്ടിക്കിൾ എഴുതാനായി പ്രഭാകരനെ തേടി വന്നതാണ്. ചെന്നൈയിൽ വന്ന് നിങ്ങളുടെ അച്ഛനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞാൽ 20,000 രൂപ തരാമെന്ന് അവർ പറയുന്നു. ഇപ്പോൾ പ്രഭാകരനും അമ്മയ്ക്കും പണത്തിന് അത്യാവശ്യമുള്ളത് കൊണ്ട് അവർ അതിന് സമ്മതിക്കുന്നു. ഇവിടെ സീൻ കട്ടായി പിറ്റേന്ന് രാവിലെ പ്രഭാകർ ചെന്നൈയിൽ പോയി ആ പ്രസിന്റെ ചീഫ് എഡിറ്ററായ ചിത്രത്തിലെ നായിക മാലിനിയെ മീറ്റ് ചെയ്യുന്നു. മാലിനി തന്നെ പരിചയപ്പെടുത്തി പ്രഭാകരനെ ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നു. ഇവിടെ മാലിനിയുടെയും ടീമിന്റെയും പ്ലാൻ എന്തെന്നാൽ പ്രഭാകർ പറയുന്ന ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് അവന്റെ അച്ഛന്റെ ലൈഫ് സ്റ്റോറി മൊത്തം 10 എപ്പിസോഡുകളായി പബ്ലിഷ് ചെയ്യണം എന്നാണ്. മറുവശത്ത് സീരിയൽ കില്ലർ മറ്റൊരു ആൺകുട്ടിയെ കിഡ്നാപ്പ് ചെയ്ത് ഒരു ഫാക്ടറിയിലേക്ക് കൊണ്ടുപോകുന്നു. ആ കുട്ടി കരഞ്ഞുകൊണ്ട് ദയവായി എന്നെ വിടൂ, എന്നെ ഒന്നും ചെയ്യരുത് എന്ന് അപേക്ഷിക്കുന്നു. എന്നാൽ ആ കില്ലർ വിചിത്രമായി ചിരിച്ചുകൊണ്ട് വളരെ ക്രൂരമായി ആ കുട്ടിയെ അടിച്ചു കൊല്ലുന്നു. പിറ്റേന്ന് രാവിലെ പോലീസിന് വിവരം ലഭിച്ച് സ്പോട്ടിൽ വന്ന് നോക്കുമ്പോൾ ചിത്രത്തിന്റെ ആദ്യ സീനിൽ ഏത് പാറ്റേണിലാണോ കൊലപാതകം നടന്നത് അതേ പാറ്റേണിൽ തന്നെയാണ് ഇതും നടന്നിരിക്കുന്നത്. കില്ലർ കൊലപാതകത്തിന് ശേഷം ഈ കുട്ടിയുടെ മുഖത്തും മാസ്ക് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരേ പാറ്റേണിൽ തുടർച്ചയായി 2 കുട്ടികൾ കൊല്ലപ്പെട്ടു എന്ന വാർത്ത എല്ലായിടത്തും വൈറലാകുന്നു. മറുവശത്ത് മാലിനി വർക്ക് സ്റ്റാർട്ട് ചെയ്യാനായി പ്രഭാകരനെയും കൂട്ടി ഒരു ഓട്ടോയിൽ ഓഫീസിലേക്ക് പോവുകയാണ്. വലിയ ട്രാഫിക് ആയതുകൊണ്ട് ഓട്ടോ ഒരിടത്ത് നിൽക്കുന്നു. ആ സമയത്ത് പോലീസിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി വരുന്ന ഒരു കള്ളൻ താൻ മോഷ്ടിച്ച പേഴ്സ് മാലിനിയും പ്രഭാകറും ഇരുന്ന ഓട്ടോയ്ക്കുള്ളിലേക്ക് എറിയുന്നു. അത് കണ്ട ഇൻസ്പെക്ടർ രമേശ് കരുതുന്നത് മിക്കവാറും ആ കള്ളനും ഈ പ്രഭാകറും ഒരേ ഗ്യാങ് ആയിരിക്കുമെന്നാണ്. 2 ആളെയും അറസ്റ്റ് ചെയ്യുന്നു. അവിടെ ഉണ്ടായിരുന്ന മാലിനി സർ പ്രഭാകർ കള്ളനല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും രമേശ് അത് അവഗണിച്ച് കള്ളനെയും പ്രഭാകരനെയും ജീപ്പിൽ കയറ്റി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. പഴിയിൽ വരുമ്പോൾ ഒരാൾ മദ്യപിച്ച് വണ്ടി ഇടിച്ച് ആക്സിഡന്റായി മരിച്ചു കിടക്കുന്നത് കാണുന്നുണ്ട്. ഉടനെ രമേശും ടീമും വണ്ടി നിർത്തി ആ വ്യക്തിയെ പരിശോധിക്കുമ്പോൾ അയാൾ മദ്യപിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നു. എന്നാൽ ആ വ്യക്തിയെ കണ്ടതും പ്രഭാകർ പറയുന്നു, സർ ഇതൊരു ആക്സിഡന്റ് അല്ല, പക്ക പ്ലാൻ ചെയ്ത് നടത്തിയ കൊലപാതകമാണ്. അത് കേട്ട രമേശ് അതെന്താ നീ അത്ര കോൺഫിഡൻസോടെ പറയുന്നത് എന്ന് ചോദിക്കുന്നു. സർ സാധാരണ വണ്ടി ഓടിക്കുമ്പോൾ ആക്സിഡന്റ് ആയാൽ വണ്ടി ഓടിക്കുന്നയാൾ മുന്നിലേക്കാണ് വീഴുക, അല്ലാതെ പിന്നിലേക്ക് വീഴില്ല. മാത്രമല്ല ഇയാൾ ഓടിച്ചിരുന്ന വണ്ടിക്ക് ഒരു ചെറിയ ഡാമേജ് പോലും പറ്റിയിട്ടില്ല. ഇയാൾ വണ്ടിയിൽ വരുമ്പോൾ ഒളിച്ചിരുന്ന ആരോ ഒരാൾ പെട്ടെന്ന് ഇയാളെ അറ്റാക്ക് ചെയ്ത് കൊന്നു. ശേഷം ഇതൊരു ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ് കേസ് ആണെന്ന് വരുത്തി തീർക്കാൻ അയാൾ മരിച്ച ശേഷം അയാളുടെ മേൽ മദ്യം ഒഴിച്ചതാണ് എന്ന് പ്രഭാകർ പറയുന്നു. പ്രഭാകർ ഇത്രയും കാര്യങ്ങൾ നിരീക്ഷിച്ചത് കണ്ട് രമേശിന് വലിയ അത്ഭുതം തോന്നുന്നു. പിറ്റേന്ന് രാവിലെ ആ വ്യക്തിയുടെ പോസ്റ്റ്മോർട്ടം നടന്നപ്പോൾ ഡോക്ടറും പ്രഭാകർ പറഞ്ഞത് തന്നെയാണ് പറയുന്നത്. ഡോക്ടറുടെ വാക്ക് കേട്ട് രമേശിന് വീണ്ടും അത്ഭുതമാകുന്നു. കാരണം പോലീസുകാരായ നമുക്ക് പോലും ആ ബോഡി കണ്ടപ്പോൾ അത് കൊലപാതകമാണോ ആക്സിഡന്റ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഈ പ്രഭാകർ എങ്ങനെ ഇത്ര വേഗം അത് കണ്ടുപിടിച്ചു എന്ന് രമേശ് അവനോട് ചോദിക്കുന്നു. അപ്പോൾ പ്രഭാകർ പറയുന്നു, സർ എന്റെ അച്ഛൻ ഒരു ഫേമസ് സ്റ്റോറി റൈറ്റർ ആയിരുന്നു. അദ്ദേഹം എഴുതിയ ക്രൈം സ്റ്റോറികൾ വായിച്ച് എനിക്കും ഒരു ഡിറ്റക്റ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടായിട്ടുണ്ട്. അത് കേട്ട് രമേശ് പറയുന്നു, ശരി ഇതൊരു കൊലപാതകമാണെന്ന് നീ തന്നെ കണ്ടെത്തി. ഇനി ഈ കൊലപാതകം ചെയ്ത ആ കൊലയാളി ആരാണെന്ന് കണ്ടെത്താനും നീ തന്നെ സഹായിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ശരിയെന്ന് പറഞ്ഞ് പ്രഭാകർ ആദ്യം കൊല്ലപ്പെട്ട വ്യക്തിയുടെ ഭാര്യയെ സ്റ്റേഷനിലേക്ക് വിളിച്ച് ചോദ്യം ചെയ്യാൻ പറയുന്നു. തന്റെ ഭർത്താവ് കൊല്ലപ്പെട്ടെന്ന് അറിഞ്ഞപ്പോൾ ആ സ്ത്രീ വളരെ ഇമോഷണലായി കരയുന്നു.
തനിക്ക് ഭർത്താവിന്റെ കൊലപാതകത്തിൽ ആരെയും സംശയമില്ലെന്നും പറയുന്നു. അവരുടെ വാക്കുകൾ കേട്ട ശേഷം പ്രഭാകർ കൊല്ലപ്പെട്ട വ്യക്തിയുടെ 4 സുഹൃത്തുക്കളെ വിളിപ്പിക്കുന്നു. കോൺസ്റ്റബിളിനോട് പറഞ്ഞ് ചായ വരുത്തി ആ 4 പേർക്കും കൊടുക്കുന്നു. രമേശ് ചോദ്യം ചെയ്തപ്പോൾ ആ 4 പേരെയും സംശയിക്കാൻ ഒന്നും കിട്ടുന്നില്ല. എന്നാൽ ആ 4 പേരും അവിടെ നിന്ന് പോയ ഉടനെ പ്രഭാകർ ഫോറൻസിക് ടീമിനെയും കൂട്ടി കൊല്ലപ്പെട്ടയാളുടെ വീട്ടിലേക്ക് പോകുന്നു. ഇപ്പോൾ മനസ്സിലാകുന്നത് എന്തെന്നാൽ പ്രഭാകർ കൊല്ലപ്പെട്ടയാളുടെ 4 സുഹൃത്തുക്കൾക്കും ചായ കൊടുത്തപ്പോൾ മനഃപൂർവ്വം ഗ്ലാസ് ടംബ്ലർ, അതായത് ഗ്ലാസിന്റെ തന്നെ ഗ്ലാസ്സിലാണ് നൽകിയത്. അതുകൊണ്ട് ആ 4 പേരുടെയും വിരലടയാളം ആ ഗ്ലാസ്സിൽ പതിഞ്ഞിട്ടുണ്ടാകും. ഇപ്പോൾ ആ വീട് മുഴുവൻ പരിശോധിച്ച് വീട്ടിൽ നിന്ന് കിട്ടുന്ന ആരുടെ ഫിംഗർ പ്രിന്റ്സ് ആണ് ഗ്ലാസിലെ ഫിംഗർ പ്രിന്റ്സുമായി മാച്ച് ആകുന്നതെന്ന് നോക്കുമ്പോൾ സ്റ്റേഷനിൽ വന്ന 4 പേരിൽ പ്രസാദ് എന്നൊരാളുടെ ഫിംഗർ പ്രിന്റ്സ് മാച്ച് ആകുന്നു. ഇനി താൻ തന്നെയാണ് ഈ കൊലപാതകം ചെയ്തതെന്ന് പ്രസാദിനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ രമേശും പ്രഭാകരും ഒരു പ്ലാൻ ചെയ്യുന്നു. ഉടനെ പ്രസാദിനെ സ്റ്റേഷനിൽ വരുത്തി അവന്റെ മുഖത്ത് മുറിവുണ്ടായി ചോര വരുന്നത് പോലെ മേക്കപ്പ് ചെയ്യിക്കുന്നു. ശേഷം അവനോട് ഒന്നും മിണ്ടാതെ വെറുതെ ഇരിക്കാൻ പറഞ്ഞ് കൊല്ലപ്പെട്ടയാളുടെ ഭാര്യയെ സ്റ്റേഷനിലേക്ക് വരുത്തുന്നു. ആ സ്ത്രീ അവന്റെ മുഖം കണ്ടയുടനെ പോലീസ് പ്രസാദിനെ നന്നായി അടിച്ചിട്ടുണ്ടെന്ന് പേടിച്ച് കരയാൻ തുടങ്ങുന്നു. അപ്പോൾ രമേശ് പറയുന്നു, കണ്ടില്ലേ, ആ പ്രസാദിനെ നന്നായി തല്ലി ചോദിച്ചപ്പോൾ അവൻ എല്ലാം സമ്മതിച്ചു. നീയും കൂടി എന്താണ് നടന്നതെന്ന് സമ്മതിച്ചാൽ നിനക്ക് നല്ലത് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. പേടിച്ചു പോയ ആ സ്ത്രീ സത്യത്തിൽ എന്താണ് നടന്നതെന്ന് പറയാൻ തുടങ്ങുന്നു. ഈ സ്ത്രീ കൊലപാതകം ചെയ്ത പ്രസാദുമായി കഴിഞ്ഞ 2 വർഷമായി രഹസ്യബന്ധത്തിലായിരുന്നു. ഒരു ദിവസം ഈ വിഷയം ഇവളുടെ ഭർത്താവിന് മനസ്സിലായി. ഫോൺ ചെയ്ത് വലിയ വഴക്കുണ്ടാക്കി. ഈ വിഷയം പുറത്തറിഞ്ഞാൽ തങ്ങളുടെ മാനം പോകുമെന്ന് കരുതി 2 പേരും ചേർന്ന് അയാളെ കൊലപ്പെടുത്തുകയായിരുന്നു. അതായത് പ്രസാദ് അയാൾ വഴിയിൽ വരുമ്പോൾ അയാളെ അടിച്ചു കൊലപ്പെടുത്തി ശേഷം മദ്യപിച്ച് വണ്ടി ഓടിച്ചപ്പോൾ ആക്സിഡന്റ് ആയി മരിച്ചതാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു. ഇത്ര എളുപ്പത്തിൽ ഈ കേസ് സോൾവ് ചെയ്തതിന് രമേശ് പ്രഭാകരന് നന്ദി പറയുന്നു. കേസ് അന്വേഷണത്തിനിടയിൽ 2 പേരും സുഹൃത്തുക്കളായതുകൊണ്ട് രമേശ് പ്രഭാകരനെ തന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. രമേശിന് നന്ദിനി എന്ന് പേരുള്ള ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു മകളുണ്ട്. അന്ന് നന്ദിനിയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് എല്ലാവരും ചേർന്ന് കേക്ക് കട്ട് ചെയ്ത് ആഘോഷിക്കുന്നു. മറുവശത്ത് പ്രഭാകരന്റെ അച്ഛനെ കുറിച്ചുള്ള ഓരോ എപ്പിസോഡും ഓരോ ആഴ്ച പബ്ലിഷ് ആകാൻ തുടങ്ങുന്നു. എല്ലാവരും ആ എപ്പിസോഡുകൾ വളരെ ഇഷ്ടപ്പെട്ട് വായിക്കുന്നു. അതുകൊണ്ട് മാലിനിയുടെ ചാനലിന് നല്ല TRP ലഭിക്കുന്നു. അവളും ഹാപ്പി ആകുന്നുണ്ട്. ഇവിടെ സീൻ കട്ടായി 2 ദിവസത്തിന് ശേഷം സിറ്റിയുടെ ഔട്ട്സ്കേർട്സിലുള്ള ഒരു പഴയ കെട്ടിടത്തിന് സമീപം മറ്റൊരു പെൺകുട്ടിയുടെ മൃതദേഹം കിടക്കുന്നുണ്ടെന്ന് വിവരം ലഭിക്കുന്നു. ആ സ്ഥലം രമേശിന്റെ പരിധിയിൽ വരുന്നത് കൊണ്ട് ഉടനെ ടീമിനെയും കൂട്ടി പോയി നോക്കുന്നു. കില്ലർ ആ പെൺകുട്ടിയെ വളരെ ക്രൂരമായാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. ആ കുട്ടിയുടെ മുഖം കണ്ടാൽ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ പെൺകുട്ടിയുടെ കൊലപാതകവും ഇതിനു മുൻപ് നടന്ന 2 കൊലപാതകങ്ങളുടെ അതേ പാറ്റേണിലാണ് നടന്നിരിക്കുന്നത്. ഇപ്പോൾ ആ സീരിയൽ കില്ലർ ആരാണെന്ന് കണ്ടെത്താൻ രമേശും പ്രഭാകറും അന്വേഷണം തുടങ്ങുന്നു. ആദ്യം ആ പെൺകുട്ടി ആരാണെന്ന് കണ്ടെത്താൻ ബോഡി ചെക്ക് ചെയ്തപ്പോൾ പോക്കറ്റിൽ നിന്ന് ഒരു ടിഷ്യൂ പേപ്പർ കിട്ടുന്നു. അത് തുറന്നു നോക്കിയപ്പോൾ ഒരു റെസ്റ്റോറന്റിന്റെ പേര് എഴുതിയിരുന്നു. ഉടനെ റെസ്റ്റോറന്റിൽ പോയി CCTV ക്യാമറ ഫൂട്ടേജ് നോക്കിയപ്പോൾ ആ പെൺകുട്ടി ആരാണെന്ന് മനസ്സിലാകുന്നു. ഉടനെ ആ പെൺകുട്ടിയുടെ അഡ്രസ് കണ്ടുപിടിച്ച് വീട്ടിൽ പോയി അമ്മയെ വിവരം അറിയിക്കുന്നു. തന്റെ മകൾ കൊല്ലപ്പെട്ടെന്ന് അറിഞ്ഞപ്പോൾ ആ അമ്മ ഉറക്കെ കരയാൻ തുടങ്ങുന്നു. കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ പേര് പ്രീതി എന്നാണെന്നും അവൾ ഒരു മീഡിയ ചാനലിൽ ജോലി ചെയ്യുന്നുണ്ടെന്നും മനസ്സിലാകുന്നു. ഉടനെ പ്രീതി ജോലി ചെയ്തിരുന്ന ചാനലിലെ MDയുടെ അടുത്ത് പോയി അന്വേഷിച്ചപ്പോൾ അയാൾ പറയുന്നത്, സർ, ഞങ്ങളുടെ ചാനലിൽ റിപ്പോർട്ടറായി വർക്ക് ചെയ്തിരുന്ന പ്രീതി ആരെയും പേടിക്കാതെ വളരെ ധൈര്യത്തോടെയാണ് ജോലി ചെയ്തിരുന്നത്. തീർച്ചയായും പ്രീതിയെ കണ്ടാൽ ചിലർക്ക് ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ അവൾ ഇത്രയും ക്രൂരമായി കൊല്ലാൻ മാത്രം ദേഷ്യം ആർക്കാണുള്ളതെന്ന് അറിയില്ല സർ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇൻസ്പെക്ടർ രമേശിന്റെ സ്റ്റേഷൻ പരിധിയിൽ വീണ്ടും അതേ പാറ്റേണിൽ കൊലപാതകം നടന്നെന്നറിഞ്ഞപ്പോൾ സബ് ഇൻസ്പെക്ടർ വേദ സ്റ്റേഷനിലേക്ക് വരുന്നു. വേദ പറയുന്നത്, സർ, ഇപ്പോൾ ആ പെൺകുട്ടി ഏത് പാറ്റേണിലാണോ കൊല്ലപ്പെട്ടത് അതേ പാറ്റേണിൽ തന്നെയാണ് ഇതിനു മുൻപ് എന്റെ സ്റ്റേഷൻ പരിധിയിൽ 2 ആൺകുട്ടികൾ കൊല്ലപ്പെട്ടത്. ആ കില്ലർ വളരെ ബുദ്ധിമാനായി കൊലപാതകത്തിന് ശേഷം യാതൊരു തെളിവും കിട്ടാത്ത രീതിയിൽ എല്ലാം ക്ലിയർ ചെയ്താണ് പോയത്. പക്ഷെ ആദ്യം കൊല്ലപ്പെട്ട ആൺകുട്ടിയുടെ മൃതദേഹം പരിശോധിച്ചപ്പോൾ അടുത്ത് നിന്നൊരു സ്വർണ്ണ മോതിരം കിട്ടിയിരുന്നു. ആ മോതിരത്തിൽ കടയുടെ പേരുണ്ടായിരുന്നത് കൊണ്ട് അവിടെ പോയി അന്വേഷിച്ചപ്പോൾ അത് മോത്തിലാൽ എന്ന വ്യക്തി വാങ്ങിയതാണെന്ന് മനസ്സിലായി. ആ മോത്തിലാൽ തന്നെയാകാം സീരിയൽ കില്ലർ. ഉടനെ അയാളെ കണ്ടുപിടിച്ച് ചോദ്യം ചെയ്താൽ എന്തെങ്കിലും വിവരം കിട്ടും എന്നാണ് പറയുന്നത്. പോലീസുകാർ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റേഷന് പുറത്ത് ദാസ് എന്നു പേരുള്ള സംശയിക്കാവുന്ന ഒരാൾ നടക്കുന്നത് നമ്മൾ കാണുന്നു. ഇതിനുശേഷം പോലീസ് ആ മോത്തിലാലിന്റെ വീട് കണ്ടുപിടിച്ച് അവിടെ പോയി അയാൾക്ക് നന്നായി കൊടുത്ത് ചോദ്യം ചെയ്യുന്നു. അയാൾ പറയുന്നത്, മാഡം, ഞാൻ ഈ കൊലപാതകങ്ങൾ ചെയ്തിട്ടില്ല. കുറച്ച് ദിവസം മുൻപ് ഞാൻ മാർക്കറ്റിൽ പോയപ്പോൾ എന്റെ കാർ ആരോ മോഷ്ടിച്ചു. ആ കാറിന്റെ ഗ്ലോ ബോക്സിൽ
ഞാൻ സ്വർണ്ണ മോതിരവും വെച്ചിരുന്നു എന്നാണ്. അങ്ങനെയെങ്കിൽ ആ കില്ലർ മോത്തിലാലിന്റെ കാർ മോഷ്ടിച്ച് അത് കൊലപാതകം ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ടെന്ന് മനസ്സിലാകുന്നു. പോലീസിനെ വഴിതിരിച്ചു വിടാൻ വേണ്ടിയാണ് കാറിനുള്ളിൽ ഉണ്ടായിരുന്ന മോതിരം മൃതദേഹത്തിനടുത്ത് ഉപേക്ഷിച്ചതെന്ന് കൺഫേം ആകുന്നു. കില്ലർ ആ 3 പേരെയും ഒരേ പാറ്റേണിൽ കൊലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ 3 പേർക്കും കോമൺ ആയി എന്തെങ്കിലും ബന്ധം, അതായത് കണക്ഷൻ ഉണ്ടാകും. ആദ്യം ആ 3 പേരും തമ്മിലുള്ള ലിങ്ക് എന്താണെന്ന് കണ്ടെത്തിയാൽ ആ സീരിയൽ കില്ലറെ കണ്ടുപിടിക്കാൻ എളുപ്പമാകുമെന്ന് പ്രഭാകർ പറയുന്നു. ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ ചിത്രത്തിന്റെ തുടക്കം മുതൽ എല്ലാവരും തിരയുന്ന ആ സീരിയൽ സൈക്കോ കില്ലർ ദാസിനെ നമ്മൾ കാണുന്നു. ഈ ദാസ് തന്റെ മുഖത്തുള്ള മായാത്ത മുറിവ് കണ്ട് ഒരു ഫ്ലാഷ് ബാക്ക് ഓർക്കുന്നു. ഒരു തരം സൈക്കോപാത്തായ ഈ ദാസ് ഗായത്രി എന്നൊരു പണക്കാരിയായ പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു. ഇങ്ങനെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും ഈ ദാസ് പെൺകുട്ടികളുടെ കാര്യത്തിൽ അല്പം മോശം സ്വഭാവമുള്ള, അതായത് വിമനൈസർ വ്യക്തിയാണെന്ന് മനസ്സിലാകുന്നു. ഗായത്രി തന്റെ കൂടെ ഉണ്ടെങ്കിലും അവൾക്ക് സംശയം തോന്നാത്ത രീതിയിൽ വേറെ പെൺകുട്ടികളുമായി ഇവൻ ഇന്റിമേറ്റ് ആകാറുണ്ട്. ഇവിടെ സീൻ കട്ടായി കഥ വീണ്ടും പ്രസന്റിലേക്ക് വരുന്നു. പ്രഭാകറും രമേശും അന്വേഷണത്തിനായി എവിടെ പോയാലും ഈ ദാസ് അവരെ ഫോളോ ചെയ്യാൻ തുടങ്ങുന്നു. ഇതൊക്കെ നടക്കുമ്പോൾ രമേശും പ്രഭാകറും കൊല്ലപ്പെട്ട 3 പേർക്കും തമ്മിൽ എന്തെങ്കിലും ലിങ്ക് ഉണ്ടോ എന്ന് നോക്കുകയായിരുന്നുവല്ലോ. ആ 3 പേരും കൊല്ലപ്പെടുന്നതിന് മുൻപ് ഒരു സ്റ്റേഡിയത്തിൽ പോയിരുന്നതായി മനസ്സിലാകുന്നു. ഉടനെ പ്രീതി വർക്ക് ചെയ്തിരുന്ന ഓഫീസിൽ വിളിച്ച് MD ചോദിച്ചപ്പോൾ ഒരു കാര്യം അറിയുന്നു. അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു കോളേജ് ഫംഗ്ഷൻ കവർ ചെയ്യാനായി പ്രീതി ആ സ്റ്റേഡിയത്തിൽ പോയിരുന്നു. കൊല്ലപ്പെട്ട പ്രീതി ഒരു റിപ്പോർട്ടർ ആണെങ്കിൽ ആ ആൺകുട്ടികൾ സ്റ്റുഡൻസ് ആണ്. ഇവർ തമ്മിലുള്ള കോമൺ കണക്ഷൻ എന്താണെന്നറിയാൻ ആ 2 ആൺകുട്ടികളുടെയും വീട്ടിൽ പോയി അന്വേഷിക്കുന്നു. പിന്നീട് സ്റ്റേഡിയത്തിൽ പോയി അന്വേഷിച്ചപ്പോൾ അവിടെയുള്ള ആൾ പറഞ്ഞത്, സർ, അന്ന് കോളേജ് ഫുട്ബോൾ ടൂർണമെന്റ് അറേഞ്ച് ചെയ്തിരുന്നു. ആ ടൂർണമെന്റ് കാണാൻ ഏകദേശം 3000 കുട്ടികൾ വന്നിരുന്നു. പക്ഷേ എല്ലാം നന്നായി നടക്കുമ്പോൾ ഒരൊറ്റ സംഭവം നടന്നു എന്ന് പറഞ്ഞ് ഒരു ഫ്ലാഷ് ബാക്ക് പറയാൻ തുടങ്ങുന്നു. ആ ടൂർണമെന്റിന് വേറെ കോളേജിൽ നിന്ന് പ്രിയ എന്നൊരു കുട്ടി വന്നിരുന്നു. അവൾ ഡ്രസ് ചേഞ്ച് ചെയ്യാൻ ബിൽഡിങ്ങിനുള്ളിലേക്ക് പോയപ്പോൾ അവളെ ഫോളോ ചെയ്ത് ആ സൈക്കോ കില്ലർ ദാസും പോയി. അവൻ ഉള്ളിൽ കയറി അവളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോൾ പ്രിയ ഉറക്കെ നിലവിളിച്ച് പുറത്തേക്ക് ഓടി വരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കോളേജ് പിള്ളേർ ദാസിനെ പിടിച്ച് നന്നായി തല്ലി. ആ സമയത്ത് ഇത് കവർ ചെയ്യാൻ അവിടെ വന്നിരുന്ന പ്രീതി ഈ വിഷയം അറിഞ്ഞപ്പോൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ദാസിനെ ചെരുപ്പ് കൊണ്ടടിച്ചു. ഇങ്ങനെ അവിടെയുള്ള എല്ലാവരും അടിച്ചതുകൊണ്ട് ദാസിന്റെ മുഖത്തിന് സാരമായ പരിക്ക് തന്നെ പറ്റി. പിന്നീട് ഇവൻ സ്നേഹിച്ചിരുന്ന ഗായത്രിയും ഈ വിവരം അറിഞ്ഞ് ഇവനുമായി ബ്രേക്കപ്പ് ചെയ്യുന്നു. ഗായത്രി ബ്രേക്കപ്പ് എന്ന് പറഞ്ഞപ്പോൾ ദാസ് ഭ്രാന്തനെ പോലെ അലറിക്കൊണ്ട് അവളെ കൊല്ലുന്നു. അപ്പോൾ അന്ന് സ്റ്റേഡിയത്തിൽ വെച്ച് തന്നെ ആരൊക്കെ തല്ലിയോ അവരെ ടാർഗറ്റ് ചെയ്താണ് ദാസ് കൊലപാതകം നടത്തുന്നതെന്ന് മനസ്സിലാകുന്നു. മറുവശത്ത് ഞെട്ടിക്കുന്ന മറ്റൊരു സംഭവം നടക്കുന്നു. രമേശിന്റെ മകൾ കോളേജിൽ പഠിക്കുന്നുണ്ടല്ലോ. അവൾ പെട്ടെന്ന് എന്തോ കാരണം കൊണ്ട് ബിൽഡിങ്ങിന് മുകളിൽ നിന്ന് താഴേക്ക് ചാടി മരിക്കുന്നു. ഉടനെ അവിടെയുള്ളവരെല്ലാം നന്ദിനിക്ക് എന്തു പറ്റിയെന്ന് നോക്കുമ്പോൾ ദാസ് അവിടെ നിന്ന് പാസ് ചെയ്തു പോകുന്നത് കാണാം. തന്റെ മകൾ കോളേജിൽ വെച്ച് മരിച്ചെന്ന് അറിഞ്ഞപ്പോൾ ഓടിയെത്തിയ രമേശ് വളരെ ഇമോഷണലായി കരയാൻ തുടങ്ങുന്നു. ഇപ്പോൾ പ്രഭാകരന് ഒരു സംശയം വന്ന്, സർ, അന്ന് നിങ്ങളുടെ മകൾ നന്ദിനിയും ആ സ്റ്റേഡിയത്തിൽ പോയിരുന്നോ എന്ന് ചോദിക്കുന്നു. എന്നാൽ അന്വേഷിച്ചപ്പോൾ നന്ദിനി അന്ന് സ്റ്റേഡിയത്തിൽ പോയിരുന്നില്ല എന്ന് കൺഫേം ആകുന്നു. ഇപ്പോൾ മകളെ നഷ്ടപ്പെട്ട ദുഃഖത്തിലിരിക്കുന്ന രമേശിന് കേസിൽ ശരിയായി ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. എങ്കിലും ആ കില്ലറെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണമെന്ന് തീരുമാനിച്ച് പ്രഭാകരന്റെ കൂടെ ചേർന്ന് വീണ്ടും അന്വേഷണം തുടങ്ങുന്നു. മനഃപൂർവ്വം ആ സൈക്കോ കില്ലർ ദാസിനെ പ്രകോപിപ്പിക്കാൻ അവർ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്. അന്ന് സ്റ്റേഡിയത്തിൽ പോയ ആൺകുട്ടികളിൽ അരുൺ എന്നൊരു പയ്യനെ ഫേമസ് ആകുന്ന രീതിയിൽ കാണിക്കുന്നു. ആ ന്യൂസ് കണ്ട സൈക്കോ കില്ലർ ദാസിന്റെ ഈഗോ ഹേർട്ട് ആകുന്നു. ആ പയ്യനെ കൊല്ലാൻ അവൻ പ്ലാൻ ചെയ്യുന്നു. ഇപ്പോൾ രമേശും പ്രഭാകറും ആ പയ്യൻ അറിയാതെ അവനെ ഫോളോ ചെയ്യാൻ തുടങ്ങുന്നു. ഇവർ ഊഹിച്ചതുപോലെ ആ സൈക്കോ കില്ലർ ദാസ് അരുൺ പഠിക്കുന്ന കോളേജിന്റെ അടുത്ത് വരുന്നു. അരുണിനെ കിഡ്നാപ്പ് ചെയ്യാൻ പോകുമ്പോൾ തന്നെ അത് കണ്ട പ്രഭാകർ ഉടനെ വന്ന് അരുണിനെ രക്ഷിക്കുന്നു. പ്രഭാകർ വന്നപ്പോഴേക്കും ദാസ് അവിടെ നിന്ന് രക്ഷപ്പെട്ട് എസ്കേപ്പ് ആകുന്നു. ഉടനെ പ്രഭാകർ ചേസ് ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ ചേസ് ചെയ്ത് പ്രഭാകർ ദാസിനെ പിടിക്കുമെന്നാകുമ്പോൾ അവൻ ഇവനെ അറ്റാക്ക് ചെയ്ത് രക്ഷപ്പെടുന്നു. ഇത് കഴിഞ്ഞ് കുറച്ച് സമയത്തിന് ശേഷം ഞെട്ടിക്കുന്ന വിധത്തിൽ വീണ്ടും ആ പഴയ ഫാക്ടറിക്കുള്ളിൽ മറ്റൊരു ആൺകുട്ടിയുടെ കൊലപാതകം നടന്നതായി പോലീസിന് വിവരം കിട്ടുന്നു. ഉടനെ സ്ഥലത്തെത്തിയ പ്രഭാകറും രമേശും പരിശോധിക്കുമ്പോൾ രക്തത്തുള്ളികൾ കിടക്കുന്നത് പ്രഭാകർ ശ്രദ്ധിക്കുന്നു. ആ രക്തത്തുള്ളികൾ ഫോളോ ചെയ്തു പോകുമ്പോൾ ഷോക്കിംഗ് ആയി അവിടെ മറ്റൊരു ആൺകുട്ടിയുടെ മൃതദേഹം കൂടി കിടക്കുന്നു. ഇതിനർത്ഥം ആ സൈക്കോ കില്ലർ ദാസ് വീണ്ടും 2 ആൺകുട്ടികളെ കൊന്ന് അവരുടെ മുഖത്ത് മാസ്ക് ഇട്ടു പോയിരിക്കുന്നു എന്നാണ്. ആ സമയത്ത് ഒരു പോലീസ് നായ ഒരു ദിശയിലേക്ക് ഓടാൻ തുടങ്ങുന്നു. ഉടനെ പ്രഭാകർ ആ നായയെ ഫോളോ ചെയ്തു പോയി നോക്കിയപ്പോൾ പഴയ ബിൽഡിങ്ങിനുള്ളിൽ ആ സൈക്കോ കില്ലർ ദാസ് നിൽക്കുന്നുണ്ട്. പ്രഭാകരനെ കണ്ടതും ആ ദാസ് വിചിത്രമായി ചിരിച്ചുകൊണ്ട്
താൻ എന്തിനാണ് കൊലപാതകങ്ങൾ ചെയ്യുന്നതെന്ന് വിശദീകരിച്ച് അവന്റെ മേൽ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നു. പ്രഭാകറും തിരിച്ച് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫൈറ്റ് ചെയ്യുന്നതിനിടയിൽ സൈക്കോ കില്ലർ ദാസ് മുകളിൽ നിന്ന് താഴെ വീണ് കോമയിലാകുന്നു. ഉടനെ അവനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് പുറത്തു വരുമ്പോൾ രമേശും പ്രഭാകറും ചെറുതായി ഒന്ന് പുഞ്ചിരിക്കുന്നു. ഇപ്പോൾ ചിത്രത്തിൽ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു അൺഎക്സ്പെക്ടഡ് ട്വിസ്റ്റ് റിവീൽ ആകുന്നുണ്ട്. ഇൻസ്പെക്ടർ രമേശിന്റെ മകൾ കോളേജിന് മുകളിൽ നിന്ന് ചാടി മരിച്ചല്ലോ. തന്റെ മകളുടെ മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം രമേശ് പ്രഭാകരനെ വീട്ടിലേക്ക് വരുത്തി കരഞ്ഞുകൊണ്ട് ഒരു ഫ്ലാഷ് ബാക്ക് പറയുന്നു. നന്ദിനി പഠിച്ചിരുന്ന ക്ലാസ്സിൽ അവൾക്ക് ഗുരു എന്നൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവൻ ദിവസവും നന്ദിനിയുമായി കൂടുതൽ അടുത്ത് അവളുടെ കൂടെ കമ്പൈൻ സ്റ്റഡി നടത്തിയിരുന്നു. നന്ദിനിയും ഫ്രണ്ട് അല്ലേ എന്ന് കരുതി അവനെ പഠനത്തിൽ സഹായിക്കുകയും വളരെ ക്ലോസ് ആവുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എക്സാമിന്റെ സമയത്ത് അവൻ മനഃപൂർവ്വം നന്ദിനിയുടെ ഹാൾ ടിക്കറ്റ് മോഷ്ടിച്ചു. നന്ദിനി, മിക്കവാറും നീ നിന്റെ ഹാൾ ടിക്കറ്റ് വീട്ടിൽ മറന്നു വെച്ചിട്ടുണ്ടാകും. വേഗം നമുക്ക് എന്റെ വണ്ടിയിൽ നിന്റെ വീട്ടിൽ പോയി ഹാൾ ടിക്കറ്റ് എടുക്കാമെന്ന് പറഞ്ഞു വരുമ്പോൾ ആക്സിഡന്റലി വണ്ടി സ്റ്റാർട്ട് ആകുന്നില്ല. എക്സാമിന് സമയമാകുന്നു. ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുമ്പോൾ അതേ റൂട്ടിൽ ഒരു പൊളിറ്റീഷ്യന്റെ മകന്റെ കാറ് വരുന്നു. ലിഫ്റ്റ് ചോദിച്ചപ്പോൾ ആ കാർ ഓടിച്ചിരുന്നത് MLAയുടെ മകൻ രാജേഷ് ആയിരുന്നു. ശരി വരൂ, ഡ്രോപ്പ് ചെയ്യാം എന്ന് പറഞ്ഞ് രണ്ടുപേരെയും കാറിൽ കയറ്റിയപ്പോഴാണ് നന്ദിനിക്ക് ഒരു ഷോക്കിംഗ് കാര്യം മനസ്സിലായത്. അതായത് ഈ രാജേഷും ഗുരുവും ക്ലോസ് ഫ്രണ്ട്സ് ആണ്. നന്ദിനിയെ ട്രാപ്പിലാക്കാൻ വേണ്ടിയാണ് ഗുരു ഇതെല്ലാം പ്ലാൻ ചെയ്ത് വണ്ടി കേടായ പോലെ അഭിനയിച്ച് ഈ കാറിൽ കയറ്റിയത്. പേടിച്ചു പോയ നന്ദിനി ദയവായി എന്നെ ഒന്നും ചെയ്യരുത്, എന്നെ വിടൂ എന്ന് അപേക്ഷിക്കുന്നു. എന്നാൽ ഗുരുവും രാജേഷും കാറിൽ പോകുമ്പോൾ തന്നെ മാറി മാറി നന്ദിനിയെ റേപ്പ് ചെയ്യുന്നു. ഇങ്ങനെ ഇവർ വരുമ്പോൾ നന്ദിനിയുടെ അച്ഛൻ രമേശ് തന്റെ ടീമിനൊപ്പം റോഡിൽ ബാരിക്കേഡ് വെച്ച് എല്ലാ കാറുകളും പരിശോധിക്കുന്നുണ്ടായിരുന്നു. ഇവരുടെ കാറും തടയുന്നു. ഉള്ളിലുണ്ടായിരുന്ന നന്ദിനി അച്ഛനെ കണ്ടതും ഉറക്കെ കരയാൻ ശ്രമിക്കുന്നു. എന്നാൽ പിൻസീറ്റിൽ ഉണ്ടായിരുന്ന ഗുരു നന്ദിനി ഒച്ച വെക്കാതിരിക്കാൻ അവളുടെ വായ പൊത്തിപ്പിടിക്കുന്നു. ആ കാർ ഓടിക്കുന്നത് MLAയുടെ മകൻ രാജേഷ് ആണെന്ന് കണ്ടപ്പോൾ രമേശ് കാർ വിടുന്നു. ഇവിടെ സീൻ കട്ടായി. അന്ന് രാത്രി രമേശ് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ നന്ദിനി മുറിയിൽ തനിച്ചിരുന്ന് കരയുകയാണ്. എന്താണെന്ന് ചോദിച്ചപ്പോൾ നന്ദിനി കരഞ്ഞുകൊണ്ട് എല്ലാം തുറന്നു പറയുന്നു. ഞാൻ മര്യാദയ്ക്ക് ആ കാർ ചെക്ക് ചെയ്തിരുന്നെങ്കിൽ നിനക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു എന്ന് പറഞ്ഞ് രമേശും മകളെ കെട്ടിപ്പിടിച്ച് കരയുന്നു. നടന്നതെല്ലാം മറന്ന് മകൾ വീണ്ടും നോർമൽ ആകാൻ രമേശ് അവളെ മോട്ടിവേറ്റ് ചെയ്യുന്നു. ഒപ്പം തന്റെ മകളെ ഉപദ്രവിച്ച രാജേഷിനും ഗുരുവിനും ശരിയായ ശിക്ഷ കൊടുക്കണമെന്ന് കാത്തിരിക്കുന്നുണ്ട്. മറുവശത്ത് ആ ഗുരു അവിടം കൊണ്ട് നിർത്തിയില്ല. വീണ്ടും നന്ദിനിയെ വിളിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തുടങ്ങുന്നു. ഉടനെ ഞങ്ങൾ പറയുന്ന സ്ഥലത്തേക്ക് വന്നില്ലെങ്കിൽ ഞങ്ങൾ റെക്കോർഡ് ചെയ്ത നിന്റെ വീഡിയോ എല്ലായിടത്തും വൈറലാക്കും എന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അവരുടെ ബ്ലാക്ക്മെയിൽ കാരണം ആകെ തകർന്നു പോയ നന്ദിനി ഉടനെ ബിൽഡിങ്ങിന് മുകളിൽ നിന്ന് ചാടി മരിക്കുന്നു. ഇതിനർത്ഥം നന്ദിനിയുടേത് കൊലപാതകമല്ല, മറിച്ച് അവൾ തന്നെ ചെയ്ത ആത്മഹത്യയാണ്. രമേശിന്റെ വാക്കുകൾ കേട്ട് പ്രഭാകരന് വലിയ ഷോക്ക് ആകുന്നു. ഇപ്പോൾ പ്രഭാകർ ആ ഗുരു, രാജേഷ് എന്നീ രണ്ടു പേരോടും പകരം വീട്ടാൻ ഒരു പ്ലാൻ ചെയ്യുന്നു. ആ സമയത്ത് സിറ്റിയിൽ സൈക്കോ കില്ലർ ദാസ് തുടർച്ചയായി കൊലപാതകങ്ങൾ നടത്തുന്നുണ്ടായിരുന്നല്ലോ. സർ, ആദ്യം ആ സീരിയൽ കില്ലറെ പിടിക്കാം. അതിനുശേഷം രാജേഷിനെയും ഗുരുവിനെയും കൊന്ന് അവരെ കൊന്നത് ആ സീരിയൽ കില്ലർ ആണെന്ന് വരുത്തി തീർക്കാം. പിന്നീട് ഈ വിവരം പുറത്തു വരാതിരിക്കാൻ ആ സൈക്കോ കില്ലറെയും കൊല്ലാമെന്ന് പ്രഭാകർ പറയുന്നു. അങ്ങനെ പ്ലാൻ പ്രകാരം രമേശും പ്രഭാകറും രാജേഷിനെയും ഗുരുവിനെയും കിഡ്നാപ്പ് ചെയ്യുന്നു. ഇവർ രണ്ടുപേരും തന്റെ മകൾ നന്ദിനിയോട് ചെയ്തതോർത്ത രമേശ് തന്റെ കൈകൊണ്ട് തന്നെ വളരെ ക്രൂരമായി അടിച്ചവരെ കൊല്ലുന്നു. ശേഷം സീരിയൽ കില്ലർ ഏത് പാറ്റേണിലാണോ കൊലപാതകം ചെയ്യുന്നത് അതേ പാറ്റേണിൽ അവരുടെ മൃതദേഹങ്ങൾ കിടത്തുന്നു. ഇവരെ കൊല്ലുന്നതിന് മുൻപ് തന്നെ ആ സീരിയൽ കില്ലർ ദാസിനെ അറസ്റ്റ് ചെയ്ത് ആരും അറിയാത്ത ഒരിടത്ത് ഒളിപ്പിച്ചു വെച്ചിരുന്നു. പിന്നീട് പ്രഭാകർ തന്നെ മനഃപൂർവ്വം സൈക്കോ കില്ലർ ദാസിനെ പൂട്ടിയിട്ടിരുന്ന സ്ഥലത്ത് വന്ന് അവനുമായി ഫൈറ്റ് ചെയ്ത് മുകളിൽ നിന്ന് താഴേക്ക് തള്ളുന്നു. ചിത്രത്തിന്റെ ക്ലൈമാക്സിൽ ഹോസ്പിറ്റലിൽ കോമയിലായിരുന്ന ആ ദാസും മരിക്കുന്നു. അങ്ങനെ ഗുരുവിനെയും രാജേഷിനെയും കൊന്നത് സൈക്കോ കില്ലർ ദാസ് ആണെന്ന് വരുത്തി തീർത്ത് ഈ കേസ് ക്ലോസ് ചെയ്യുന്നു. ചിത്രത്തിന്റെ അവസാനം പോലീസ് ഡിപ്പാർട്ട്മെന്റ് രമേശിനെയും പ്രഭാകരനെയും ആദരിക്കുന്നു. ഇവിടെ ഈ ചിത്രം അവസാനിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.